വചനത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, മറ്റുള്ളവർക്ക് പകരണം എന്നൊക്കെ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം നമ്മുടെ ക്ലാസ്സുകാർക്ക്? ആർക്കും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമുക്ക് വീടുകളിലൂടെ പോയി വചനം കൊടുത്താലോ? അത് നല്ല ഐഡിയ ആണ് അല്ലെ, വീടുകളിൽ കൂടെ പോയി കൊടുക്കാം. ഇങ്ങനെ പ്രായമായവര് രോഗികളൊക്കെ ഉള്ള വീടുകളില്ലേ നമ്മുടെ ഇടവഴി, നമ്മുടെ ക്ലാസ്സിലില്ലേ ഇല്ലേ, സിയുടെ വീട്ടിലില്ലേ പ്രായമായ അമ്മമാരൊക്കെ, നമുക്ക് അവിടേക്ക് ഒന്ന് പോയാലോ? റെഡിയാണോ നിങ്ങള്? വചനം എഴുതി വചനം പഠിച്ചായിരുന്നോ? ഒന്ന് പറഞ്ഞൊന്ന് നോക്കാനാ, ഒരാളൊന്ന് പറയോ ഏത് വചന പറയണേന്ന്? അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. സങ്കീർത്തനങ്ങൾ 34:5. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾക്ക് ലഭിക്കും. 21-22. അപ്പൊ ഇതുപോലെ നമുക്ക് വീടുകളിൽ പോയിട്ട് വചനം കൊടുക്കാം. അപ്പൊ നല്ല സന്തോഷമാവും അല്ലെ. ഈ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവരില്ലേ പ്രായ അപ്പച്ചന്മാര് അമ്മച്ചന്മാരൊക്കെ, അപ്പൊ അവർക്ക് നമ്മൾ ചെല്ലുമ്പോൾ നല്ല സന്തോഷമാവും അല്ലെ. നിങ്ങൾ വരില്ലേ, കുട്ടികൾ വരില്ലേ വീട്ടിൽ പറയണം, ഇങ്ങനെ ക്ലാസ്സിലെ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ വീടുകളിൽ വചനം കൊടുക്കാൻ പോട്ടെ എന്ന് നിങ്ങൾ പറയണം. പറയോ? റെഡിയാണോ? അപ്പൊ നമുക്ക് ഇന്ന് ഇറങ്ങിയാലോ എന്നാ? അമ്മച്ചി, അപ്പച്ച, രണ്ടുപേർക്ക് സുഖമല്ലേ? എൻ്റെ ജീവിതത്തിലെ കുറേ വിഷമങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ എൻ്റെ ക്ലാസ് ടീച്ചറോട് പറഞ്ഞപ്പോൾ ടീച്ചറാണ് എനിക്ക് വചനം തന്നത്. ഞാൻ ഈ വചനം എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ആ വചനം ഇതാണേ: കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. സങ്കീർത്തനങ്ങൾ 115:12. ഈ വചനം എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടാകും, അതൊക്കെ കർത്താവ് മാറ്റിത്തരും. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. സങ്കീർത്തനം 115:12. ചേട്ടാ, ഞങ്ങൾ കാറ്റീസം സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു വചനം പറയുവാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടായിരുന്നു. ആ ദുഃഖങ്ങളെല്ലാം മാറിയത് ഈ വചനം വായിച്ചപ്പോഴാണ്. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ? ജെറമ്യ 32:27. നിങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലണം. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അതോടെ മാറും. ഞാൻ ഈ വചനം നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഇതോടെ മാറും. സിസ്റ്റർ വന്നോ? അമ്മേ, ഇതാ സിസ്റ്റർ പിള്ളേരൊക്കെ അമ്മച്ചീനെ കാണാൻ അമ്മച്ചി. വിശ്വംശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. അമ്മച്ചി സുഖാണോ? എങ്ങനെ പോകുന്നു? അപ്പോൾ അമ്മച്ചി, എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. എനിക്ക് ചില സമയത്ത് പഠിക്കാൻ പോലും പറ്റിയിരുന്നില്ല. അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ തന്നൊരു വചനമാണ് ഇത്. അമ്മച്ചിയുടെ ജീവിതത്തിൽ അമ്മച്ചിക്ക് സൗഖ്യം നൽകും. കർത്താവേ, മരുന്നോ ലേപന ഔഷധങ്ങളോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജ്ഞാനം 16:12. ഇത് അമ്മച്ചിക്ക് സൗഖ്യം നൽകട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. എന്താ പരിപാടി? കുട്ടികളൊക്കെ എന്ത്? കുട്ടികളൊക്കെ കുഞ്ഞുങ്ങളെ വാ, സിസ്റ്റർ വന്നിട്ടുണ്ട്, വാ. സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് എൻ്റെ മനസ്സിൽ ഭയങ്കര ഏകാന്തതയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എനിക്കൊരു വചനം പറഞ്ഞു തന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഏശയ്യ 41:10. ഈ വചനം വായിച്ചതോടെ എൻ്റെ മനസ്സിലെ ഏകാന്തത പോയി. എനിക്കൊരു പുതിയ കൂട്ടുകാരനെ കിട്ടി. ചേച്ചിക്കും ഒരു പുതിയ കിട്ടി.